അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ലഭിക്കുന്നില്ല. നമുക്ക് നന്മകൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. നാം എത്ര കഷ്ടപ്പെട്ടിട്ടും വേദനകൾ മാത്രം മിച്ചം. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിച്ചത് നമ്മുടെ ഹൃദയത്തിന് ചുറ്റുമുള്ള ചില പൂട്ടുകളാണ്. നമ്മുടെ ഹൃദയത്തിന് ചുറ്റുമുള്ള 5 പൂട്ടുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് മുഴുവനായി കേൾക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നന്നാവുകയും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ഹൃദയത്തിലെ ഒന്നാമത്തെ പൂട്ട് നമ്മളിൽ തന്നെ ഉള്ള ഒരു വേദനയാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ നമ്മുടെ അയൽവാസികളോ നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും എന്നെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ഒരു മുറിവ്, അതല്ലെങ്കിൽ അവർ നമ്മോട് ചെയ്ത ഒരു വഞ്ചന, ഇത് നാം മറന്നു പോയിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അത് നമ്മെ വേട്ടയാടുന്നു എങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിനേറ്റ ഒരു പൂട്ടാണ്. ഇത്തരം ഒരു ഓർമ്മ നിങ്ങളിൽ വരികയാണെങ്കിൽ ഈ പൂട്ട് തുറക്കുവാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവേ, ഞാൻ മറന്നുപോയ ഒരു കാര്യമാണ്, ഇത്തരം ഒരു ഓർമ്മ തന്ന് എന്നെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ പലതവണ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോക്ക് അഴിയുകയും നിങ്ങൾക്ക് റഹ്മത്തിൻ്റെ മാർഗം ലഭിക്കുകയും ചെയ്യും. രണ്ടാമത്തെ പൂട്ട് ഞാൻ ഒരു പാപിയാണ് എന്ന ധാരണയാണ്. ഞാൻ ഒരു പാപിയാണ്, ഞാൻ ഇനി ഒരിക്കലും നന്നാവുകയില്ല എന്ന ധാരണ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്രമാത്രം പാപങ്ങൾ ചെയ്തവരാണെങ്കിലും എന്നെ തൊട്ട്, എൻ്റെ നിഅമത്തിനെ തൊട്ട് നിങ്ങൾ ആശ വെടിയരുത് എന്ന് പറഞ്ഞാൽ നാം എത്ര തെറ്റുകൾ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് ഇത്തരം ഒരു ചിന്താഗതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ ചിന്താഗതി നിങ്ങൾ തിരുത്തുകയും ഞാൻ നന്നാവും, അള്ളാഹു എനിക്ക് എല്ലാം പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയും നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പിന്നീട് ഒരിക്കലും തെറ്റിലേക്ക് മടങ്ങാതിരിക്കുകയും ചെയ്യുക. എന്നാൽ ഹൃദയത്തിൻ്റെ ആ പൂട്ടും തുറക്കപ്പെടുന്നതാണ്. നമ്മുടെ ഹൃദയത്തിലെ മൂന്നാമത്തെ പൂട്ട് നമുക്ക് ഇബാദത്ത് ചെയ്യുവാനും ദുആ ചെയ്യുവാനും നന്മകൾ ചെയ്യുവാനും ഒരു സന്തോഷമില്ലായ്ക, മനസ്സിന് ഒരു റാഹത്തില്ലാത്ത അവസ്ഥ. ഇത്തരം ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട്, റഹ്മാനായ റബ്ബേ, എന്നോട് നീ മാപ്പാക്കണേ തമ്പുരാനെ, എനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ റബ്ബേ, എന്നെ നീ പരീക്ഷിക്കല്ല തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ പൂട്ടും നിങ്ങൾക്ക് നീങ്ങിക്കിട്ടും. നാലാമത്തെ പൂട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു അസൂയയാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്കോ അതല്ലെങ്കിൽ നമ്മുടെ അറിവിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നിഅമത്ത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു വെറുപ്പ്, അതല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാവുക. ഇതും നമ്മുടെ ഹൃദയത്തിനുള്ള ഒരു പൂട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അസൂയ തീ വിറകിനെ നശിപ്പിക്കുന്നത് പോലെ നന്മകളെ കത്തിച്ചു നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരവസ്ഥ നമ്മിൽ വരികയാണെങ്കിൽ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ, അവനിക്കും എനിക്കും നീ ബർക്കത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അസൂയ എന്ന ആ പൂട്ടും നിങ്ങളിൽ നിന്ന് മാറിക്കിട്ടും. ഹൃദയത്തിൻ്റെ 5ാമത്തെ പൂട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും കരുണ നഷ്ടപ്പെടുകയാണ്. ആർക്കെങ്കിലും ഒരു വേദനയോ വിഷമമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ വിഷമം തോന്നാതിരിക്കുക,
അതല്ലെങ്കിൽ നമുക്കതിൽ സന്തോഷമുണ്ടാവുക, ഇത്തരം ഒരവസ്ഥ നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും എല്ലാവരോടും എല്ലാ ജീവജാലങ്ങളോടും കരുണയുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ പൂട്ട് നമുക്ക് തുറക്കപ്പെടുകയുള്ളൂ. സഹോദരങ്ങളെ, ഈ 5 പൂട്ടുകളും നമുക്ക് ഒരുമിച്ച് തുറക്കപ്പെടുവാൻ ഒരൊറ്റ കോമൺ കീ മാത്രമാണുള്ളത്. അതാണ് ഇഖ്ലാസ്. ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു മാത്രം കണ്ടാൽ മതി, എൻ്റെ പ്രാർത്ഥന അള്ളാഹു മാത്രം കേട്ടാൽ മതി, എൻ്റെ ധർമ്മം അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി, ഞാൻ എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ധാരണ നമ്മിൽ ഉണ്ടെങ്കിൽ 5 പൂട്ടുകളും തുറക്കപ്പെടുകയും നമ്മുടെ ഹൃദയം വിശാലമാവുകയും ചെയ്യും. നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാനും ലോകത്തെ മനസ്സിലാക്കുവാനും കഴിയും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുകയും നന്മ കൊണ്ട് പ്രകാശിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹൃദയം വിശാലമാക്കി തരട്ടെ. ആമീൻ. അള്ളാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നീ ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരങ്ങളെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും വേണം. അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നിഅമത്ത് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.